എക്സ്ക്യൂസ് മീ 1 മിനിറ്റ് പ്ലീസ്. കണ്ടല്ലോ, ഈ പേരെങ്ങനെയുണ്ട്? ഹൈറ്റ് ഡിഫറൻസ് കറക്റ്റായിട്ടുണ്ട്. താങ്ക്സ് സർ. എന്നാ ആ വൃത്തിയായിട്ട് രാമുണ്ടല്ലോ, എന്ന ഷോൾഡറിൻ്റെ ഹൈറ്റേ ഉള്ളൂ. ഒരു കിസ് തരണമെങ്കിൽ സ്റ്റൂൾ ഇട്ടാലേ നടക്കൂ. സർ, നിങ്ങളുടെ പേരെന്താ? വീര. സ്വീറ്റ് നെയിം. ദാ ഇങ്ങനെ പിടിച്ചോ. ദിസ് ഇസ് മൈ ഹസ്ബൻഡ് വീര. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പൊളിയല്ലേ? ശരി, അതൊക്കെ വിട. അവന് ശരിക്കും സംസാരിക്കാൻ അറിയോ? എനിക്ക് രാവിലെ മെസ്സേജ് അയച്ചു, എൻ്റെ പൊന്നോ കഴിച്ചോന്ന്. എപ്പോൾ നോക്കിയാലും തങ്കക്കുട്ടി ചെല്ലക്കുട്ടിന്ന്. ഭ്രാന്ത് പിടിക്കുക. അവള് എന്നെ തട്ടിയിടാൻ വേണ്ടി നോക്കുക. ഇപ്പം ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കാൻ പോകുന്ന നോക്കിയോ. എക്സ്ക്യൂസ് മീ, വേറൊന്നുമില്ല മോളെ, ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോവുക. അവനാണെങ്കിൽ തനിച്ച് നിൽക്കാൻ വല്ലാത്ത പേടിയാ. അവനെ ഒന്ന് നോക്കിക്കൊള്ളാവോ? സർ, ഒരു 2 മിനിറ്റിൽ വന്നേക്കേ. സർ ഓൾ ഓക്കെ? നിങ്ങൾക്ക് അത്ര പേടിയാണെങ്കിൽ ദാ എൻ്റെ കൈ പിടിച്ചോളൂ സർ. എന്ന് ഞാൻ ഇയാളുടെ ഹിപ്പി പിടിച്ചോട്ടെ. കയ്യിലൊരു ഗിഫ്റ്റ് പോലും ഇല്ലാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പോകാന്ന് പറഞ്ഞാൽ അയാൾ ഫുഡ് അടിക്കാൻ പോയിരിക്കുക. അതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നെ കണ്ട തനിച്ചേക്കാൻ പേടിയുള്ളതിനെ പോലെ തോന്നുന്നു. അല്ലെങ്കിൽ മൈൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സുന്ദരി വന്നിങ്ങനെ അടുത്ത് നിന്നാലേ മിക്കവാറും ഞാൻ കിസ് ചെയ്ത് നിൽക്കുവാൻ. വിട്ടോ. അതെ, നീ ഇവിടെ പാനിപൂരിയും കഴിച്ചു നടന്നോ? നിന്റെ ഭർത്താവ് അവിടെ ഒരു ബേൽപൂരി തിന്നുന്നുണ്ട്. അല്ല, ഫയർ ബീഡ ഉണ്ടോ? ഫയർ ബീഡല്ല സർ. എക്സ്ക്യൂസ് മീ, ഒന്ന് അങ്ങോട്ടൊന്ന് നോക്കാവോ? ഒന്ന് നോക്ക്. ഒരു നാണോ വേണ്ട, നോക്ക്. ഒന്നും നോക്കണ്ട, നിന്നെ തന്നെ പൊയ്ക്കോ. ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയോ? എന്തറിയോന്നു? ഡാൻസ് കളിക്കാൻ അറിയാന്നല്ലോ ചോദിച്ചത്. അതിനെന്തിനാ ദേഷ്യപ്പെടുന്നത്?